ഹലോ നമസ്കാരം. ഹരിയർ ഫോർട്ടിലേക്കുള്ള യാത്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹരിയർ ഫോർട്ട് ട്രക്കിങ്ങിന് എല്ലാവരും തിരഞ്ഞെടുക്കുന്ന ഹർഷവാടിയിലൂടെയല്ലാതെ മനോഹരമായ നിർഗുഡ്പാട ഗ്രാമത്തിലൂടെ ട്രക്ക് ചെയ്ത് നമ്മളിപ്പോൾ ഹരിയർ ഫോർട്ടിൻ്റെ ചുവട്ടിലെത്തിയിരിക്കുകയാണ്. ആ യാത്രയുടെ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കണ്ടോളൂ. നിർഗുഡ്പാടയിൽ നിന്നും 6:30 നടത്തം തുടങ്ങി ഇവിടെ എത്തിയപ്പോൾ 8:30 മണിയായി. ഹരിയർ ഫോർട്ട് നമ്മുടെ മുന്നിൽ നെഞ്ചും വിരിച്ചങ്ങനെ നിൽക്കുകയാണ്. കുറച്ച് ദൂരെ നിന്ന് നോക്കിയപ്പോൾ തോന്നിയ അത്ര ഭീകരത തോന്നുന്നില്ല താഴെ നിന്ന് നോക്കുമ്പോൾ. മൺസൂൺ സമയം കഴിഞ്ഞതിനാൽ പാറയിൽ വഴുക്കലൊന്നുമില്ല. പാറയുടെ മുകളിലൂടെ ഓടി നടക്കുന്ന കുരങ്ങിനെ ഒന്ന് സൂക്ഷിച്ചോളൂ എന്ന മുന്നറിയിപ്പ് ബോർഡ് താഴെ തന്നെ സ്ഥാപിച്ചിട്ടുണ്ട്. ഞങ്ങൾ കയറാൻ ആരംഭിച്ചു. പടികളുടെ ഇരുവശത്തും പിടിച്ചു കയറുന്നതിന് ചതുരത്തിലുള്ള തുളകളുണ്ട്. അതുകൊണ്ട് കയറാൻ ബുദ്ധിമുട്ടില്ല. നേരത്തെ പറഞ്ഞതുപോലെ കുരങ്ങന്മാരെ ഒന്ന് സൂക്ഷിക്കണമെന്ന് മാത്രം. കയ്യിൽ ബാഗോ വെള്ളമോ ഒക്കെ ഉണ്ടെങ്കിൽ തട്ടിപ്പറിക്കാൻ സാധ്യതയുണ്ട്. ഞാൻ ബാഗുമായാണ് കയറിയത്. ഒരുത്തൻ വന്ന് സിബ്ബ് തുറന്ന് പരിശോധിക്കാൻ ഒരു ശ്രമം നടത്തി. കൈ വീശി ആട്ടി ഓടിക്കുകയായിരുന്നു. പത്ത് മിനിറ്റ് കൊണ്ട് സ്റ്റെപ്പിന് മുകളിലെത്തി. താഴെ നിന്ന് നോക്കുമ്പോഴും ഇൻസ്റ്റഗ്രാം, യൂട്യൂബ് വീഡിയോകളിലും കാണുന്നത്ര റിസ്ക് ഒന്നും തോന്നിയില്ല. സ്റ്റെപ്പ് കയറിയെത്തുന്നത് ഹരിയർ ഫോർട്ടിൻ്റെ കോട്ടവാതിലിലേക്കാണ്. മുകളിലെത്തിയപ്പോൾ ഹരിയർ ഫോർട്ടിൻ്റെ കോട്ടവാതിലുകൾ നമ്മെ സ്വാഗതം ചെയ്ത് മലർക്കെ തുറന്നു. ഉദ്ദേശിച്ചത് ഇതാണ്. പക്ഷേ വാതിലിന് പിന്നിൽ തുറക്കാൻ നിർത്തിയവർക്ക് അതങ്ങനെ സ്മൂത്തായി തുറക്കാൻ സാധിച്ചില്ല. ഇങ്ങനെ എല്ലാവരും അടച്ചും തുറന്നും ഇടത്തെ വാതിലിൻ്റെ കുഴ അതിൻ്റെ ദ്വാരത്തിൽ നിന്ന് വിട്ടുപോന്നിരിക്കുന്നു. വാതിലിനിപ്പുറം പാറയുടെ സൈഡിലൂടെ ഒരു നീണ്ട ഇടനാഴിയാണ്. വാതിൽ ഉറപ്പിച്ചിരിക്കുന്ന കരിങ്കൽ കെട്ടിൻ്റെ ഭാഗങ്ങളും പൊളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഫോട്ടോ എടുക്കാനായി അതിനു മുകളിൽ ആളുകൾ കയറുമ്പോൾ ഓരോ കല്ലായി താഴെ വീണ് തകർന്നത് തന്നെ. ഒരു 5 വർഷം കഴിഞ്ഞ് ഹരിയർ ഫോർട്ട് കാണാൻ വന്നാൽ ഈ കൽപ്പടവുകളും കോട്ടവാതിലും ഒന്നും ഇവിടെ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. കോട്ടവാതിൽ കഴിഞ്ഞുള്ള ഇടനാഴിക്കപ്പുറം വീണ്ടും കൽപ്പടവുകളാണ്. ജിഷ്പോൾ ഇൻസ്റ്റയിലൊക്കെ കാണുന്ന പോലുള്ള ഒരു ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാനുള്ള ഒരുക്കത്തിലാണ്. പക്ഷെ അത് കണ്ടപ്പോൾ അഞ്ജുവിന് പേടിയായി. അഞ്ജുവിനെ പറഞ്ഞിട്ടും കാര്യമില്ല. പിടിവിട്ടാൽ പൊടി പോലും ഉണ്ടാവില്ല കണ്ടുപിടിക്കാൻ. അടുത്ത കൽപ്പടവുകൾ കയറിയെത്തുന്നത് ഒരു ഗുഹാമുഖത്തേക്കാണ്. ഈ ഭാഗമാണ് ആദ്യത്തെ സ്റ്റെപ്പുകളേക്കാൾ കുറച്ചുകൂടി റിസ്കിയായി തോന്നിയത്. ഇവിടെ വരാൻ ആശങ്കപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിവെച്ച് നാളെ തന്നെ ഇവിടേക്ക് വണ്ടി കയറിക്കോളൂ. വീഡിയോകളിലൂടെ ഓരോരുത്തർ പറഞ്ഞ് പേടിപ്പിക്കുന്നത് പോലെയുള്ള ഒന്നും ഇവിടെയില്ല.
ഹരിയർ ഫോർട്ടിലേക്കുള്ള പടിക്കെട്ടുകളുടെ ഏറ്റവും മുകളിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെയുള്ള പന്തലിൽ നിന്ന് നോക്കുമ്പോൾ താഴെ ഹർഷവാടി കാണാം. പന്തലിന് പിന്നിലെ ചെറിയ പാറക്കെട്ട് കൂടി കയറിയാൽ ഹരിയർ ഫോർട്ടിൻ്റെ മുകളിലെത്തി. നമ്മൾ കയറി വന്ന ഭാഗത്തിൻ്റെ നേരെ മുകളിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. താഴെ വഴികളും കടകളുടെ ഓലപ്പന്തലും. മുകൾ ഭാഗം മുഴുവൻ നിരപ്പായൊരു സ്ഥലമൊന്നുമല്ല, ചെറിയ കയറ്റങ്ങൾ ഇനിയുമുണ്ട്. മുകളിലുമുണ്ട് ഒരു കട. ദൂരെ വലതുവശത്ത് ചെരുവിലായി ഒരു ഓലപ്പന്തൽ കാണുന്നില്ലേ? ആ ഓലപ്പന്തലിലേക്കാണ് നമ്മൾ പടികൾ കയറിയെത്തിയത്. ചതുരാകൃതിയിൽ പാറ തുറന്നുണ്ടാക്കിയ നിരവധി ജലസംഭരണികൾ കോട്ടയ്ക്ക് മുകളിൽ പല ഭാഗത്തുമുണ്ട്. യാദവരാണ് ഹരിയർ ഫോർട്ട് നിർമ്മിച്ചതെന്ന് ചരിത്രം പറയുന്നു. ഗൊണ്ട ചുരം വഴിയുണ്ടായിരുന്ന വ്യാപാരപാത നിരീക്ഷിച്ച് സംരക്ഷിക്കുക എന്നതായിരുന്നു കോട്ടയുടെ ദൗത്യം. ശിവജിയും മറ്റ് മറാത്ത രാജാക്കന്മാരും ഏറെക്കാലം ഇത് കൈവശം വെച്ചു. പിന്നീട് ബ്രിട്ടീഷുകാരും. ഇവിടെ കാവലുണ്ടായിരുന്ന സൈന്യത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി നിർമ്മിച്ചതാവും ഈ ജലസംഭരണികളെല്ലാം. ഒരറ്റത്ത് കരിങ്കല്ല് കൊണ്ടുണ്ടാക്കിയ ചതുരാകൃതിയിലുള്ളൊരു നിർമ്മിതിയുണ്ട്. വാതിലുകളോ ജനലുകളോ ഇല്ലാത്ത ഇതിലേക്ക് കടക്കാൻ ഈ കിളിവാതിൽ മാത്രമേയുള്ളൂ. ധാന്യങ്ങളും ഭക്ഷണ സാധനങ്ങളും സൂക്ഷിച്ചു വെക്കാൻ ഉപയോഗിച്ചിരുന്നതാണിതെന്നും അതല്ല ആയുധപ്പുരയാണെന്നും പറയുന്നു. ഈ സ്റ്റോറേജ് റൂമിൻ്റെ പിറകുവശത്ത് നിന്ന് നോക്കുമ്പോൾ തൊട്ടടുത്തായി കാണുന്ന ഈ മലയാണ് ബ്രഹ്മപർവ്വതം. ബ്രഹ്മപർവ്വതത്തിൻ്റെ വലതുവശത്ത് ഏറ്റവും പുറകിലായി കാണുന്നത് ബ്രഹ്മഗിരി. ബ്രഹ്മഗിരിയിലേക്കും ട്രക്കിംഗ് ഉണ്ട്. ഹരിയർ ഫോർട്ടിനോട് ചേർന്ന് നിൽക്കുന്ന മലയാണ് ബ്രഹ്മപർവ്വതം. ഇവിടെയുള്ള മിക്ക കുന്നുകൾക്കും ഇങ്ങനെയൊരു ഷേപ്പാണ് കാണാൻ സാധിക്കുന്നത്. മുകൾ ഭാഗത്ത് ഉയർന്നു നിൽക്കുന്ന ചെങ്കുത്തായ വശങ്ങളുള്ള പാറയും ആ പാറയിൽ നിന്ന് ചെരിഞ്ഞിറങ്ങുന്ന കാടും. ബ്രഹ്മപർവ്വതത്തിലേക്കും ട്രക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. ഒരു വഴി കാണാനുണ്ട്. ഹരിയർ ഫോർട്ടിൻ്റെ പേടിപ്പെടുത്തുന്ന വീഡിയോകൾ കണ്ട് ആരും ആശങ്കപ്പെടേണ്ട എന്ന് ഞാൻ പറഞ്ഞില്ലേ? ഇതാ ഇവനാണ് അതിനുള്ള തെളിവ്. 9 വയസ്സേ ഉള്ളൂ ഇവന്. മഹാരാഷ്ട്രക്കാരൻ തന്നെയാണ്. അച്ഛനോടൊപ്പമാണ് ഈ പടിക്കെട്ടുകളെല്ലാം കയറി മുകളിലെത്തിയത്. അതാണ് പറഞ്ഞത്, ഇതൊക്കെ വെറും കുട്ടിക്കളി മാത്രം.
സ്റ്റോറേജ് റൂമിന് പിന്നിൽ ദൂരെയായി ഉയർന്നു കാണുന്ന സ്തൂപം പോലുള്ള സ്ഥലത്തേക്കാണ് ഇനി പോകുന്നത്. ഹരിയർ ഫോർട്ടിന് മുകളിലെ ഏറ്റവും ഉയർന്ന ഭാഗം ഇതാണ്. കയറാൻ അല്പം പ്രയാസപ്പെടണം. കയറി കഴിഞ്ഞാൽ 360 ഡിഗ്രിയിൽ കാഴ്ചകൾ കാണാം. ഇടത്ത് ദൂരെയായുള്ള ആ മുനമ്പിലേക്കാണ് നമ്മൾ ആദ്യം പടികൾ കയറിയെത്തിയത്. അവിടെ നിന്നും ഈ കുളത്തിനരികിലൂടെ വലത്തെ മുനമ്പിലെ സ്റ്റോറേജ് റൂമിനടുത്തെത്തി. ഇപ്പോൾ മൂന്നാമത്തെ മുനമ്പിലാണ് നിൽക്കുന്നത്. അങ്ങനെ ഏകദേശം ത്രികോണാകൃതിയിലാണ് ഹരിയർ ഫോർട്ടിന്റെ മുകൾ ഭാഗം. പ്രസാദും ജിതിനും പ്രയാസപ്പെട്ട് കയറി വരുന്നുണ്ട്. മഴക്കാലത്തൊക്കെ ആണെങ്കിൽ ഇത് നല്ല റിസ്ക് തന്നെയാണ്. പിടിവിട്ടാൽ പാറപ്പുറത്ത് തലയടിച്ചു വീഴും. ഈ കയറ്റം കൂടി ഉള്ളൂ, മുകളിലെത്തി. नितिन भाई અને પૂરી ટીમ ये थोड़ी पाछળ कहीं छत्रपति शिवाजी महाराज की जय। जय भवानी, जय शिवाजी, जय भवानी, जय शिवाजी. चलो पानी આપણે ફોટો પાડો. ഹരിയർ ഫോർട്ടിന്റെ ഏറ്റവും ഉയരത്തിലെങ്ങനെ നിൽക്കുമ്പോൾ ഛത്രപതി ശിവജിയുടെ പാറിപ്പറക്കുന്ന പതാകയ്ക്കൊപ്പം ഞങ്ങളുടെ മനസ്സിലെ സന്തോഷവും ഉയർന്നു പറന്നുകൊണ്ടിരുന്നു. കയറുന്നതിനേക്കാൾ പ്രയാസമാണ് തിരിച്ചിറക്കം. ശ്രദ്ധിച്ചില്ലെങ്കിൽ താഴെ കിടക്കും. ഏതായാലും എല്ലാവരും താഴെ ഇറങ്ങി പടിക്കെട്ടിലെത്തി. മുകളിലേക്ക് കയറാനുള്ളവരുടെ തിരക്ക് കാരണം ഇറങ്ങാൻ കുറച്ച് കാത്തിരിക്കേണ്ടി വന്നു. അങ്ങനെ ക്ഷമയോടെ സാവധാനം കയറി ഇറങ്ങിയാൽ ഹരിയർ ഫോർട്ട് സേഫാണ്. മൺസൂൺ കാലമാണ് ഇവിടെ സീസൺ. ആ സമയത്ത് വഴുക്കലുള്ള പാറയും ആൾത്തിരക്കും കൂടിയാവുമ്പോൾ അപകട സാധ്യത കൂടുതലാണ്. വളരെ ഇടുങ്ങിയ സ്റ്റെപ്പുകളിലും പാസേജുകളിലും ക്ഷമയോടെ കാത്തു നിൽക്കാനുള്ള മനസ്സില്ലാത്ത കുരുത്തം കെട്ട ഏതെങ്കിലും ഒരാൾ മതി മറ്റുള്ളവരെ അപകടത്തിലേക്ക് തള്ളിയിടാൻ. काय झालं होतं काय होतंय? बरोबर उलट्या गुलाब नाही ते बरोबर. मी 1-1.5 तासात त्र्यंबक लागलो
ഇന്ന് ഞായറാഴ്ചയാണെങ്കിലും അധികം തിരക്കില്ല. എന്നാൽ ഞങ്ങൾ കയറിയപ്പോഴത്തേതിനേക്കാൾ തിരക്കായിട്ടുണ്ട്. ഇന്ന് ഇവിടെ വന്നതിൽ 75% മലയാളികളാണെന്നതാണ് രസകരമായ മറ്റൊരു കാര്യം. സഞ്ചാരികൾ വലിച്ചെറിഞ്ഞ പ്ലാസ്റ്റിക് കുപ്പികൾ ശേഖരിക്കുകയാണിവർ. ഹർഷവാടിയിൽ നിന്നും ഇതുപോലെ തലച്ചുമടായാണ് എല്ലാം ഇവിടെ എത്തിക്കുന്നത്. ഒരു കുപ്പി വെള്ളത്തിന് അതുകൊണ്ട് തന്നെ 5 രൂപ കൂട്ടി 25 രൂപയാണ് ഞങ്ങളുടെ കയ്യിൽ നിന്നും വാങ്ങിയത്. തിരിച്ച് ഹർഷവാടി വഴിയാണ്. ഹർഷവാടിയിലേക്കുള്ള വഴിയിലാണ് ഗണേശ് കുണ്ട്. ഹരിയർ ഫോർട്ടിലേക്കുള്ള യാത്ര തുടങ്ങും മുമ്പേ ഗണേശനെ വണങ്ങി വിഘ്നങ്ങൾ അകറ്റുക എന്നതാണ് ഉദ്ദേശം. നമ്മൾ നിർഗുഡ്പാട വഴി കയറിയതിനാൽ എല്ലാം കഴിഞ്ഞ് തിരിച്ചിറങ്ങുമ്പോഴാണ് ഗണേശൻ്റെ അനുഗ്രഹം വാങ്ങിയത്. തുടർന്നുള്ള നമ്മുടെ യാത്രകൾക്കായി. ത്രംബകേശ്വർ ഫോറസ്റ്റ് ഡിവിഷൻ്റെ കീഴിലാണ് ഹരിയർ ഫോർട്ട്. എന്നാൽ നമ്മുടെ നാട്ടിലേതുപോലെ ഇടതൂർന്ന് നിൽക്കുന്ന വൻമരങ്ങൾ നിറഞ്ഞ കാടല്ല. കുറ്റിച്ചെടികളും ചെറുമരങ്ങളും മാത്രം. അതുകൊണ്ട് തന്നെ നിയമങ്ങളും നിരീക്ഷണവും അത്ര കർശനവുമല്ല. 30 രൂപ എൻട്രി ടിക്കറ്റ് ഉണ്ടെന്നാണ് പപ്പു സിംഗ് പറഞ്ഞത്. പക്ഷേ ടിക്കറ്റ് കൗണ്ടറൊന്നും ഞങ്ങൾ കണ്ടില്ല. 15 മിനിറ്റ് കൂടി നടന്നപ്പോൾ താഴെ എത്തി. ഹർഷവാടിയിൽ നിന്നും ഹരിയർ ഫോർട്ടിലേക്കുള്ള നടത്തം തുടങ്ങുന്നിടത്തുള്ള കടയാണിത്. മുകളിൽ നിന്നും നമ്മൾ കണ്ട വലിയ കുളത്തിനടുത്തെത്തി. അതിനടുത്ത് തന്നെയാണ് പാർക്കിംഗ്. പപ്പു സിംഗ് നമ്മളെ കാത്ത് വളരെ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. 11 മണിക്ക് ഇവിടെ എത്തുമെന്നാണ് നമ്മൾ പപ്പു സിംഗിനോട് പറഞ്ഞിരുന്നത്. ഇപ്പോൾ 12 മണിയായി. പാർക്കിംഗ് സ്ഥലത്തും ഒരു ചെറിയ കടയുണ്ട്. ഓരോ നാരങ്ങാ വെള്ളവും കുടിച്ച് മടക്കയാത്രയ്ക്കായി പപ്പു സിംഗ് ഞങ്ങളെ ഓമ്നിക്കുള്ളിലേക്ക് കുത്തിവെടുത്തു. ഞങ്ങൾ തന്നെ ഞെരുങ്ങിയാണ് ഇരിക്കുന്നത്. അതിനിടയിൽ ഒരാളെ കൂടി കയറ്റാൻ പറ്റുമോ എന്നാണ് പപ്പു സിംഗിൻ്റെ ചോദ്യം. അങ്ങനെ ഹരിയർ ഫോർട്ടിനെ പിന്നിലാക്കിക്കൊണ്ട് ഞങ്ങൾ ത്രംബകേശ്വറിലേക്ക് മടങ്ങുകയാണ്. കേരളത്തിൽ നിന്ന് ഇവിടേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനായി എല്ലാ ഡീറ്റെയിൽസും ഉൾപ്പെടുത്തി പ്രത്യേകിച്ച് ഞങ്ങൾക്കുണ്ടായ എക്സ്പീരിയൻസ് കൂടി ചേർത്ത് വിശദമായ ഒരു വീഡിയോ അടുത്ത എപ്പിസോഡായി വരുന്നുണ്ട്. ആരും കാണാൻ മറക്കല്ലേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. യാത്ര ഇഷ്ടപ്പെടുന്നവർക്കായി ഷെയർ ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.